ഈ 2 മോഷ്ടാക്കൾ 100 കോടി വിലയുള്ള നിധി കണ്ടെത്താൻ തിരച്ചിൽ തുടർന്നു. ആ നിധി ഈ ഗുഹക്കുള്ളിലാണുള്ളത്. ഇവർ ഗുഹക്കുള്ളിൽ ഒരു ബോംബ് വെച്ചതിനു ശേഷം വേഗത്തിൽ പുറത്തേക്ക് പാഞ്ഞു. പെട്ടെന്ന് വലിയൊരു സ്ഫോടനം നടക്കുകയും ഗുഹയിൽ നിന്ന് വെള്ളം ശക്തിയായി പുറത്തേക്ക് ഒഴുകുകയും ചെയ്തു. ആ സമയത്ത് അവർക്ക് ദുരൂഹമായ ഒരു പെട്ടി കണ്ടു. ഭയാനകമായ ഒരു തലയോട്ടിയുടെ ചിത്രം ആ പെട്ടിയിൽ വരച്ചിരുന്നു. അവർ ആ പെട്ടി ശ്രദ്ധാപൂർവം പരിശോധിക്കുകയും അത് തുറക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പെട്ടെന്ന് പെട്ടിയിൽ നിന്ന് ഒരു താക്കോൽ താഴെ വീണു. തങ്ങളെ കോടീശ്വരന്മാരാക്കാൻ പോകുന്ന വലിയൊരു നിധിയാണ് ലഭിക്കാൻ പോകുന്നതെന്ന് കരുതി മോഷ്ടാക്കൾ സന്തോഷിച്ചു. എന്നാൽ പെട്ടി തുറന്ന നിമിഷം അവർ ഞെട്ടിപ്പോയി. പെട്ടിക്കുള്ളിൽ വെട്ടിമാറ്റപ്പെട്ട ഒരു തലയായിരുന്നു ഉണ്ടായിരുന്നത്. മോഷ്ടാക്കൾ ഭയം കൊണ്ട് വിറച്ചു. എങ്കിലും ഈ ഗുഹയ്ക്കുള്ളിൽ വലിയൊരു നിധി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. അമിതമായ അത്യാഗ്രഹം കാരണം അവർ വീണ്ടും ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നു. അവർ അകത്ത് പ്രവേശിച്ചതും പെട്ടെന്നൊരു വാതിൽ പിന്നിലടഞ്ഞു. പരിഭ്രാന്തരായ ഇരുവരും പുറത്തു കടക്കാൻ ശ്രമിച്ചു. ഭാഗ്യത്തിനൊരാൾ രക്ഷപ്പെട്ടെങ്കിലും മറ്റേ മോഷ്ടാവ് ഉള്ളിൽ കുടുങ്ങിപ്പോയി. തന്റെ മരണം ഉറപ്പാണെന്ന് അയാൾ കരുതി. പെട്ടെന്ന് അയാളുടെ കാൽ ഒരു പ്രത്യേക കല്ലിൽ തട്ടുകയും ഉടൻ തന്നെ ആ വാതിൽ വീണ്ടും തുറക്കുകയും ചെയ്തു. ആശ്വാസത്തോടെ 2 മോഷ്ടാക്കളും നിധിക്കായുള്ള തിരച്ചിൽ തുടർന്നു. നടന്നു പോകുമ്പോൾ അവർ അഗാധമായ ഒരു താഴ്ചയുള്ള ഇടുങ്ങിയ പാലത്തിനടുത്തെത്തി. യാതൊരു സുരക്ഷയുമില്ലാതെ അത്യാഗ്രഹത്താൽ അവർ ആ പാലം മുറിച്ചു കടക്കാൻ തുടങ്ങി. എന്നാൽ യഥാർത്ഥ അപകടം വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് അവർ അറിഞ്ഞിരുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.